അങ്ങനെ ഒരു വെള്ളിയാഴ്ച കൂടി കടന്നുപോയി. ഒരു പുതിയ സിനിമയും കൂടി നെല്ലിക്കാംപൊയിൽ നൈറ്റ് റൈഡേഴ്സ് മലയാളത്തിൻ്റെ ഹൊറർ കോമഡി ചിത്രമായിട്ട് വന്നിരിക്കുകയാണ്. ഈ സിനിമ നമ്മൾ പലരും ലോക്ക് ചെയ്തത്, അതായത് കാണണമെന്ന് വെച്ചത് അതിൻ്റെ ട്രെയിലർ കണ്ടിട്ടാണ്. ഗംഭീര ട്രെയിലറായിരുന്നു. ഫോർ മീ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് എന്തോ അതിലുണ്ട് എന്നൊരു ഫീൽ എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ടിക്കറ്റ് ബുക്ക് ചെയ്തു, സിനിമ കണ്ടു. ഡയറക്ടർ ബൈ നൗഫൽ അബ്ദുള്ള, ആൾ തന്നെയാണ് എഡിറ്റിംഗ് ചെയ്തിട്ടുള്ളത്. അത് വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. ആൾ പുലിയാണ് എന്ന് തന്നെ വേണം പറയാൻ. കാരണം ഡയറക്ഷനും എഡിറ്റിങ്ങും രണ്ട് സ്ട്രീമാണ്. പക്ഷേ ആൾക്ക് അത് നിങ്ങൾ കാണുമ്പോൾ, സിനിമ കാണുമ്പോൾ പറയാം, നല്ല രീതിയിൽ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റാറിങ് മാത്യു തോമസ്. സിനിമയിലോട്ട് വരികയാണെങ്കിൽ നമുക്ക് ഈ സിനിമ കാണുമ്പോൾ മിക്കവാറും നമുക്കൊരു ഇത് എവിടെയോ കണ്ടുപരിചയമുണ്ടല്ലോ എന്നൊരു സ്കീം വരും. ഇനിയിപ്പോൾ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലനാണോ എന്നൊക്കെ ഒരു തോന്നൽ വരും. രണ്ട് പടം തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ പ്ലോട്ടും കഥ പോകുന്ന രീതി, ഗ്രാമ പശ്ചാത്തലമൊക്കെ എനിക്ക് ആ ഒരു സിനിമയായിട്ട് തോന്നിയെങ്കിലും ഇതിലെ എനിക്ക് വെറൈറ്റി ആയി തോന്നിയത് കുതിരക്കാലൻ എന്ന കൺസെപ്റ്റാണ്. വളരെ, അതായത് ഒരു നാട്ടിൽ ഇതേപോലെ ഫ്രണ്ട്ഷിപ്പുള്ള ഒരാൾ അവിടേക്ക് ഒരു കുതിരക്കാലൻ കടന്നു വരികയാണ്. ഈ കുതിരക്കാലൻ എന്താണ്, മാടനാണോ മറുതയാണോ, ഇതെല്ലാം അറിയണമെങ്കിൽ നിങ്ങൾ സിനിമ പോയി കാണണം. ഈ സിനിമയെ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഇറ്റ്സ് എൻ ആവറേജ് മൂവി ഫോർ മീ. കാരണം എനിക്ക് എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. കാരണം ട്രെയിലർ അതിഗംഭീരമായിരുന്നു. ഈവൻ നമ്മുടെ സിനിമ തുടങ്ങണതും ആ കഥ മുന്നോട്ട് പോണതും, ഈവൻ കുതിരക്കാലിൻ്റെ എൻട്രി, ആ നാട്ടിലുണ്ടാവുന്ന സംഭവങ്ങൾ, അതേപോലെ തന്നെ ആ ഇൻ്റർവെൽ പഞ്ച്, ഇതെല്ലാം കൂടി നമുക്ക് ഇതെന്താ സാധനം എന്നറിയാൻ ഭയങ്കര ഒരു ആകാംക്ഷ, ഒരു ക്യൂരിയോസിറ്റി വരും. ഈ കുതിരക്കാലൻ എന്താണ് ഐറ്റം എന്നറിയാൻ. അതിനുശേഷം രണ്ടാം പകുതി, സെക്കൻഡ് ഹാഫ് എന്താ സംഭവിക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മൾ ആ സെക്കൻഡ് ഹാഫ് തുടങ്ങുമ്പോൾ നമ്മുടെ പടം ഇരിക്കുന്നത് ഒരു റേഞ്ചിലാണ്. പക്ഷേ അതിനുശേഷം പതുക്കെ അത് താഴോട്ടിറങ്ങി വന്ന് ടുവേർഡ്സ് ദ എൻഡ് ആകുമ്പോഴേക്കും എനിക്ക് തോന്നുന്നത് കയ്യിൽ നിന്ന് പോയ ഒരു ഫീലാണ്. കാരണം അറിയാം, ഒരു സ്റ്റണ്ട് സീൻ ഒക്കെ വരുമ്പോൾ നമുക്ക് ഉണ്ടാവേണ്ട ഒരു ഫീൽ ഉണ്ടല്ലോ, ആ ഫീൽ അവിടെ മിസ്സായി. ചാടിപ്പറന്ന് പോയിരുന്ന ഒരു കുതിരക്കാലിനെ, അല്ലെങ്കിൽ ഒരു വില്ലൻ കൺസെപ്റ്റിലുള്ള ഒരാളെ സിമ്പിളായി പിടിച്ച അവസ്ഥയായി. അതാണ് ഉണ്ടായത്. ഭയങ്കര സിംപ്ലിസിറ്റിയാക്കി പോയി. അത് ഇത്രയും കൂടിയും ഒരു രീതിയിൽ കൊണ്ടുവരുന്നെങ്കിൽ സംഭവം എനിക്ക് തോന്നുന്നത് നല്ല രീതിയിൽ എഫക്റ്റ് ആയതിനത്. പക്ഷേ ഫോർ മീ ഇറ്റ്സ് ആൻ ആവറേജ്. ഞാൻ മോശം സിനിമ പറയുന്നില്ല. എനിക്ക് ഇപ്പോൾ നമുക്കൊരു സിനിമയ്ക്ക് പോകുമ്പോൾ നമുക്ക് നോർമലി സിനിമ ആസ്വാദകന് കിട്ടേണ്ട ഒരു എൻ്റർടൈൻമെൻറ്റ് എനിക്ക് അതിൽ കിട്ടിയിട്ടുണ്ട്. ചില സ്ഥലത്തൊക്കെ കോമഡീസ് ഭയങ്കരമായിട്ട് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്, ചില സമയത്ത് കോമഡീസ് വർക്കൗട്ട് ആയിട്ടില്ല. എന്നാലും മെജോറിറ്റി ചിരി വന്നിട്ടുണ്ട്. ഒരു ഹൊററിൻ്റെ കേസ് ഞാൻ ഈ ഹൊറർ പറഞ്ഞാൽ ചിലപ്പോൾ അത് വല്ല ഇതായി പോവും. അതുകൊണ്ട് അത് നിങ്ങൾ സിനിമ തിയേറ്ററിൽ പോയി കാണാം. വൺ ടൈം വാച്ചബിൾ മൂവിയാണ്. ഒരിക്കലും ഇതൊരു മോശം മൂവിയായിട്ട് കൺസിഡർ ചെയ്യരുത്. ഫോർ മീ, എനിക്ക് ഈ പടം വലിയ മോശമായി തോന്നിയിട്ടില്ല. എന്നാലും ഇത്തിരി കൂടി നന്നാക്കിയിരുന്നെങ്കിൽ ഇത് ചിലപ്പോൾ വേറെ ലെവലിൽ ഇരുന്നേനെ. എന്തായാലും മലയാള സിനിമയിൽ നിന്ന് ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് സിനിമകൾ വരുന്നത് നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. അത് ഇത്രയും കൂടി ഇനിയും വരുന്ന കാലങ്ങളിലേക്ക് വന്ന് അടിപൊളിയായിട്ട് വരുമായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും നെല്ലിക്കാംപൊയിൽ നൈറ്റ് റൈഡേഴ്സ് വൺ ടൈം വാച്ചബിൾ ആണ്. ഇത് പോയി കാണുക, കുതിരക്കാലിനെ കാണുക. അപ്പം എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ.